എല്ലാം ചെയ്തിട്ടുണ്ടാകും. അസ്പൃശ്യതകൾ നിറഞ്ഞ കൈയാണ്. ആ കൈ കൊണ്ട് മനോഹരം ചെയ്തുകൂടാ. ആ കൈ കഴുകാതെ തന്നെ ആ കൈ കൊണ്ട് വെള്ളമെടുത്ത് മിസ്വാക്ക് നനച്ച് ബ്രഷ് ചെയ്തുകൂടാ. ഇതൊക്കെ ആരോഗ്യ രംഗത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഏറ്റവും വലിയ ആരോഗ്യശാസ്ത്രം പഠിപ്പിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത് 3 പ്രാവശ്യം കൈ കഴുകണം, 3 പ്രാവശ്യം കൊപ്പിളിക്കണം, 3 പ്രാവശ്യം മുഖം കഴുകണം. ആ സുന്നത്ത് ശരിക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ശേഷമാണ് നമ്മൾ മൂത്രമൊഴിക്കാൻ പോകേണ്ടത്. മുഖം കഴുകാതെ മൂത്രമൊഴിക്കാൻ പോയാൽ എന്താകും? നമ്മളെ നാട്ടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് വാതിലൊക്കെ അടച്ചിട്ടാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂർക്കമ്പലി അവിടുന്ന് കേൾക്കും. മൂത്രമൊഴിക്കാതിരിക്കുന്നിടത്ത് അവിടുന്ന് ഇറങ്ങുന്നുണ്ടാവും. അവിടുന്ന് എങ്ങാനും ഇറങ്ങിയാൽ ഒരു തുള്ളി മൂത്രത്തിൽ തന്നെ എത്ര അണുക്കളുള്ളത്. അതങ്ങനെ തന്നെ വലിച്ചു കയറ്റി നേരെ തലച്ചോറിലേക്ക്